ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഒരു നാടൻ ഒഴിച്ചുകറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണിത്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒഴിച്ചുകറി തയ്യാറാക്കാൻ ഈ ഒരു പച്ചമാങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി അനുസരിച്ച് മാങ്ങയുടെ അളവിൽ ചെറിയ വ്യത്യാസം വരുത്താം. പിന്നെ നമുക്ക് വേണ്ടത് 2 മുരിങ്ങക്കയാണ്, 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ മുരിങ്ങയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത്. 1 ടേബിൾ സ്പൂൺ സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. തോരൻ അരയ്ക്കുന്നത് പോലെയല്ല, ഇത് വളരെ ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് അരച്ചെടുത്ത ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. കൂടുതൽ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് വെള്ളം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയാണിത്. പച്ചമാങ്ങയും മുരിങ്ങയ്ക്കയും ഉണ്ടെങ്കിൽ ഈ ഒരു നാടൻ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാനായിട്ട് മറക്കരുതേ. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കടുക് വറുത്ത് ചേർക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ സവാളയാണ് ഇപ്പോൾ ചേർത്തത്. 3 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒഴിച്ചുകറി ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.